विश्वजनीनं विश्वदमन्त्रं विश्रुतमामि विद्यालयम् अक्षरम् अग्नियाय अमृतिल निന്നमृताय पകരുന്ന നന്മയാം വിദ്യാലയം സെന്റ് സെബാസ്റ്റ്യൻ വിദ്യാലയം ഇത് സെന്റ് സെബാസ്റ്റ്യൻ प्यारे बच्चों नमस्ते। आज की हिंदी कक्षा में सबका हार्दिक स्वागत है। तो हम एक फिल्मी लेख पढ़ रहे थे। उस लेख का नाम क्या था? अयाम कलाम के बहाने। लेखक का नाम क्या है? मिहिर पांडे। तो हम कहाँ तक पढ़े थे? लेखक मिहिर और मोरपाल गांव के स्कूल में एक साथ पढ़ते थे। वे पास पास बैठते थे। वे खेलखंडी में खाने की अदला बदली करते थे। मोरपाल को लेखक का राजमा चावल बहुत पसंद था। उसी तरह लेखक को मोरपाल का छाछ, है ना। तो वे खेलखंडी में इसका अदला बदली करते थे। मोरपाल ने लेखक के खाने के डिब्बे में राजमा देखने से पहले कभी राजमा देखा ही नहीं था। वो स्कूल के 15 किलोमीटर दूर के किसी गांव से रोज़ സൈക്കിൾ ചലാത്ത സ്കൂൾ ആയാ करता था। അവൻ എല്ലാ ദിവസവും സ്കൂളിൽ നിന്ന് 15 കിലോമീറ്റർ ദൂരെയുള്ള ഗ്രാമത്തിൽ നിന്ന് സൈക്കിൾ ഓടിച്ചായിരുന്നു സ്കൂളിൽ വരുന്നുകൊണ്ടിരുന്നത്. അവിടം വരെയാണ് നമ്മൾ പഠിച്ചത് അല്ലേ? നമുക്ക് ബാക്കി ഒന്ന് നോക്കാം. मैं स्कूल जाने में रोया करता, रोज़ नए बहाने बनाया करता, और जब तेज़ बारिश के दिनों में स्कूल के रास्ते में पानी भर जाने से छुट्टी हो जाया करती तो मैं घर पर नाचा करता। लेकिन मैं समझ नहीं पाता था कि मोरपाल और उसके जैसे मेरे कई और सहपाठी बिना नागा रोज़ स्कूल क्यों चले आते थे। उनका स्कूल को लेकर प्रेम इतना गहरा था कि रविवार की छुट्टी का दिन उनके लिए हफ्ते का सबसे बुरा दिन हुआ करता। मैं स्कूल की नीली खाकी यूनिफॉर्म से हमेशा चिढ़ा करता और उसे पहनना हमेशा टाला करता। वही मोरपाल मुझे जब भी दिखा हमेशा वही स्कूल की यूनिफॉर्म पहने ही दिखा। एक बार तो मुझे याद है कि मोहल्ले की किसी शादी में भी उसे वही नीली खाकी യൂണിഫോം पहने देख मैं हैरान रह गया था. അപ്പോൾ ഈ പാരഗ്രാഫും കൂടെ നമുക്കൊന്ന് നോക്കാം. मैं स्कूल जाने में रोया करता. मैं स्कूल जाने में रोया करता എന്ന് പറഞ്ഞാൽ ഞാൻ സ്കൂളിൽ പോകാൻ പറഞ്ഞാൽ കരയുമായിരുന്നു എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോകാൻ അവന് തീരെ ഇഷ്ടമില്ലായിരുന്നു. സ്കൂളിൽ പോകാൻ പറഞ്ഞാൽ ഉടനെ ഇവൻ കരയാൻ തുടങ്ങും എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ വിഷമിച്ച് ആ സ്കൂളിൽ പോയിരുന്നത്, ഇഷ്ടമില്ലായിരുന്നു. റോസ് നയെ ബഹാനെ ബനായ കർത്ത. ഈ ബഹാന ബനാന എന്ന് പറഞ്ഞാൽ ഒഴിവ് കഴിവ് പറയുക എന്നാണ് അർത്ഥം. എന്തെങ്കിലുമൊക്കെ അസുഖമാണ്, അല്ലെ വയറ്റുവേദനയാണ്, തലവേദനയാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞാൽ പോകാണ്ടിരിക്കും. ഓർ ജബ് തേസ് ബാരിഷ് കെ ദിനോമേ, ശക്തമായ മഴയുടെ ദിവസങ്ങളിൽ, തേസ് ബാരിഷ് എന്ന് പറഞ്ഞാൽ ശക്തമായ മഴ, സ്കൂൾ കെ രാസ്തേ മേ പാനി ഭർ ജാനെ സെ ഛുട്ടി ഹോ ജായാ കർത്തി. അപ്പോൾ വലിയ മഴയുള്ള ദിവസങ്ങളിൽ സ്കൂളിലേക്കുള്ള വഴിയിലൊക്കെ വെള്ളം നിറയുന്നത് മൂലം അവധി കിട്ടുമായിരുന്നു. ഛുട്ടി ഹോ ജായാ കർത്തി. ഛുട്ടി എന്ന് പറഞ്ഞാൽ അവധി എന്നാണ്, ഹോളിഡേ എന്നാണ്. തോ മേ ഘർ പർ നാച്ചാ കർത്ത. അപ്പം അങ്ങനെ അവധി കിട്ടുമ്പോൾ ഞാൻ വീട്ടിൽ നൃത്തം ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ? സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുമായിരുന്നു. ലേക്കിൻ മേ സമജ് നഹി പാത്താ ഥാ കി മോർപാൽ ഓർ ഉസ്കെ ജैसे മേരെ കൈ ഓർ സഹപാഠി. പക്ഷേ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം ഉണ്ടായിരുന്നു. എന്താണ്? कि മോർപാൽ ഓർ ഉസ്കെ ജैसे മേരെ കൈ ഓർ സഹപാഠി, മോർപാലും അവനെ പോലെയുള്ള എൻ്റെ വേറെ കുറച്ച് കൂട്ടുകാരും, ബിനാ നാഗ. ബിനാ നാഗ എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ബീങ് ആബ്സെൻറ്റ്, ആബ്സെൻ്റ് ആവാതെ, റോസ് സ്കൂൾ ക്യോ ചലേ ആത്തേ थे, ഡെയിലി എന്തിനാണ് ഈ സ്കൂളിൽ വരുന്നതെന്ന്. അപ്പോൾ ഈ ലേഖകന് മനസ്സിലാവാത്തൊരു കാര്യമായിരുന്നു ഈ മോർപാലും അതുപോലെ അയാളുടെ കുറച്ച് വേറെ കൂട്ടുകാരുണ്ട്, അവരെന്തിനാണ് ഡെയിലി ഒരു ദിവസം പോലും ആബ്സെൻ്റ് ആവാണ്ട് ഈ സ്കൂളിലേക്ക് വരുന്നതെന്ന്. ഉൻകാ സ്കൂൾ കോ ലേക്കർ പ്രേം ഇത്നാ ഗഹരാ ഥാ. അവർക്ക് സ്കൂളിനോടുള്ള സ്നേഹം ഇത്രയും ആഴമുള്ളതായിരുന്നു. ഗഹര എന്ന് പറഞ്ഞാൽ ഡീപ്പായിരുന്നു.
कि रविवार की छुट्टी का दिन उनके लिए हफ्ते का सबसे बुरा दिन हुआ करता. അപ്പോൾ അവരുടെ സ്കൂളിനോടുള്ള സ്നേഹം ഇത്ര ആഴമുള്ളതായിരുന്നു. അത് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? कि रविवार की छुट्टी का दिन, സൺഡേ എന്ന അവധി ദിവസം, സൺഡേ നിങ്ങൾക്കറിയാം അവധി ദിവസമാണല്ലോ, ഈ ഞായറാഴ്ച എന്ന അവധി ദിവസമായിരുന്നു അവർക്ക് ആഴ്ചയിലെ ഏറ്റവും മോശം ദിവസം. मैं स्कूल की नीली खाकी यूनिफॉर्म से हमेशा चिड़ा करता और उसे पहनना हमेशा टाला करता. എനിക്ക് സ്കൂളിലെ ആ നീലയും കാക്കി യൂണിഫോം ഒട്ടും തന്നെ ഇഷ്ടമില്ലായിരുന്നു. ചിടാന എന്നൊക്കെ പറഞ്ഞാൽ ഇഷ്ടമില്ലാതിരിക്കുക, പിന്നെ അതുപോലെ കളിയാക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. നമ്മൾ ഓർക്കുന്നില്ല മറ്റേ ബീർ ബഹൂട്ടിയിൽ മേ ചിടാവൂ തുമേ എന്ന് പറയുന്നതില്ലേ, ചിടാന എന്ന് പറഞ്ഞാൽ കളിയാക്കുക എന്നർത്ഥമുണ്ട്. അപ്പോൾ ഇവിടെ ഇവന് ഈ സ്കൂൾ യൂണിഫോം ഒട്ടും ഇഷ്ടമില്ല. और उसे पहनना हमेशा टाला करता, അത് ധരിക്കുന്നത് പുള്ളി എപ്പോഴും നിരസിക്കുമായിരുന്നു, കാരണം അത് ഇടാനും അവന് ഇഷ്ടമില്ല. പെഹനന എന്ന് പറഞ്ഞാൽ ധരിക്കുക എന്നാണ്, ഹമേശ എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും, ടാൽന എന്ന് പറഞ്ഞാൽ എന്താ നിരസിക്കുക എന്നൊക്കെയാണ് അർത്ഥം. വഹി മോർപാൽ മുझे जब भी दिखा हमेशा वही स्कूल की യൂണിഫോം पहने ही दिखा. ആ മോർപാൽ അവനെ ഞാൻ എപ്പോൾ കണ്ടാലും, മുझे जब भी दिखा എനിക്ക് അവനെ എപ്പോൾ കണ്ടാലും, ഹമേശ വഹി സ്കൂൾ കി യൂണിഫോം പെഹനെ ഹി ദിഖ, എപ്പോഴും ആ സ്കൂളിൻ്റെ യൂണിഫോം ധരിച്ചാണ് ഞാനവനെ കണ്ടിരിക്കുന്നത്. ഞാനവനെ എപ്പോൾ കണ്ടാലും അവൻ ഈ സ്കൂളിൻ്റെ യൂണിഫോം ധരിച്ചായിരിക്കും. ഏക് ബാർ തോ മുझे യാദ് ഹെ, ഒരു പ്രാവശ്യം എനിക്ക് ഓർമ്മയുണ്ട്. ഏക് ബാർ എന്ന് പറഞ്ഞാൽ ഒരു തവണ എനിക്ക് ഓർമ്മയുണ്ട്. എന്താണ്? മുझे യാദ് ഹെ, എനിക്ക് ഓർമ്മയുണ്ട്. കി മൊഹല്ലേക്ക് കിസി ഷാദി മേ, മൊഹല്ല എന്ന് പറഞ്ഞാൽ ഗാവ് എന്നാണ് അർത്ഥം, ആ ഗ്രാമത്തിലെ ഒരു കല്യാണത്തിന്, ഷാദി എന്ന് പറഞ്ഞാൽ വിവാഹം, ആ ഗ്രാമത്തിലെ ഏതോ ഒരു വിവാഹത്തിന്, ഷാദി മേ ഭി ആ വിവാഹത്തിനും, ഉസെ വഹി നീലി ഖാക്കി യൂണിഫോം പെഹനെ ദേഖ് മേ ഹൈറാൻ രഹ ഗയാ ഥാ. അപ്പോൾ അവനെ അതേ നീല കാക്കി സ്കൂൾ യൂണിഫോം ധരിച്ച് കണ്ടിട്ട് ഞാൻ ആശ്ചര്യപ്പെട്ടു പോയിരുന്നു. ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫും കൂടി നോക്കാം. യഹ് മുझे बहुत बाद में समझ आया कि जिस स्कूल में बिताए समय को मैं अपने बचपन का सबसे खराब समय समझा करता था, शायद वही मोरपाल के लिए उसके जीवन का सबसे अच्छा समय होता था. घर की कमरतोड़ मेहनत और खेत मजूरी से इतर दिन का ऐसा एकमात्र समय जब वो बच्चा बना रह सकता था. मेरे लिए स्कूल यूनिफॉर्म बोझ थी. मेरे पास उससे बेहतर कपड़े थे जिन्हें मैंने अपनी पसंद से बड़े शहरों के बड़े बाज़ारों से खरीदा था. लेकिन मोरपाल के पास एकमात्र कमीज पैंट का नया जोड़ा वह नीली खाकी स्कूल यूनिफॉर्म ही थी. स्वाभाविक था कि वह उसे ही शादी में पहनकर आता. अब आप पैराग्राफ നോക്കിയേ. यह मुझे बहुत बाद में समझ आया कि, ഇത് എനിക്ക് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് മനസ്സിലായത്. ബഹുത് ബാദ് എന്ന് പറഞ്ഞാൽ കുറേ സമയത്തിന് ശേഷം ആണ് മനസ്സിലായത്. എന്ത്? कि जिस स्कूल में बिताए समय को मैं अपने बचपन का सबसे खराब समय समझा करता था. അതായത് സ്കൂളിൽ കഴിഞ്ഞുകൂട്ടിയ സമയം ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെ, ബച്പൻ എന്ന് പറഞ്ഞാൽ ചൈൽഡ്ഹുഡ്, കുട്ടിക്കാലത്തെ സബ്സെ ഖരാബ് സമയ സംഝാ കർത്താ ഥ, ഏറ്റവും മോശമായിട്ട് മനസ്സിലാക്കിയിരുന്നത്, ഷായദ് വഹി ഒരുപക്ഷെ അതായിരുന്നു, മോർപാൽ കെ ലിയെ ഉസ്കെ ജീവൻ കാ സബ്സെ അച്ഛാ സമയ ഹോത്താ ഥ. അപ്പോൾ ആ സമയം അതായിരുന്നു മോർപാലിനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിനങ്ങൾ. അപ്പോൾ ഇവിടെ ലേഖകൻ പറയുന്നത്, ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശമെന്ന് വിചാരിച്ചിരുന്ന ആ സ്കൂൾ സമയങ്ങൾ തന്നെയാണ് മോർപാലിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം. ആ എന്തുകൊണ്ടാണ്? घर की कमर तोड़ मेहनत और खेत मजूरी से इतर दिन का ऐसा एकमात्र समय जब वह बच्चा बना रह सकता था. വീട്ടിലെ കമർ തോട് മെഹനത്ത് എന്ന് പറഞ്ഞാൽ നടുവൊടിക്കുന്ന അധ്വാനം എന്നാണ്. കമർ അരക്കെട്ടിനാണ് നമ്മൾ കമർ എന്ന് പറയുന്നത്. അപ്പം ഊര ഒടിക്കുന്ന, തോടിനാന്ന് പറഞ്ഞാൽ പൊട്ടിക്കാന്നാണല്ലോ. അപ്പം നടുവൊടിക്കുന്ന മെഹനത്ത്, മെഹനത്ത് എന്ന് പറഞ്ഞാൽ അധ്വാനം. ഓർ ഖേത്ത് മജൂരി, ഖേത്ത് മജൂരി എന്ന് പറഞ്ഞാൽ കൃഷിപ്പണികൾ. ശേഷ് ഇത്തർ ദിൻ കാ ഏസാ ഏകമാത്ര സമയ, ഇത്തർ എന്ന് പറഞ്ഞാൽ ശേഷ്, പിന്നീടുള്ള അല്ലെങ്കിൽ ശേഷിക്കുന്ന ദിനങ്ങളിലെ ഏസാ ഏകമാത്ര സമയം, അങ്ങനെയുള്ള ഒരേ ഒരു സമയം, ജബ് വോ ബച്ചാ ബനാ രഹ സക്താ ഥാ,
അവനൊരു കുട്ടിയായിട്ടിരുന്ന സമയം അതായിരുന്നു. എന്താണ് അതിൻ്റെ പറഞ്ഞതിൻ്റെ അർത്ഥം? അതായത് വീട്ടിലെ നടുവൊടിക്കുന്ന അധ്വാനം കഴിഞ്ഞിട്ട് അവന് ഒരു കുട്ടിയായിട്ടിരിക്കാനുള്ള സമയം ഇതായിരുന്നു. ഏത്? സ്കൂളിൽ പോകുന്ന സമയം. മേരെ ലിയെ സ്കൂൾ യൂണിഫോം ബോജ് ഥി. എന്നെ സംബന്ധിച്ചിടത്തോളം സ്കൂൾ യൂണിഫോം ഒരു ഭാരമായിരുന്നു. ബോജ് എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? മേരെ പാസ് ഉസ്സെ ബെഹത്തർ കപ്പടേ ഥേ. എൻ്റെ അടുത്ത് അതിനേക്കാളും ബെറ്റർ എന്ന് പറഞ്ഞാൽ ബെറ്റർ എന്നാണ്, അതിനേക്കാളും മെച്ചപ്പെട്ട വസ്ത്രങ്ങളുണ്ടായിരുന്നു, അതിനേക്കാൾ നല്ല വസ്ത്രങ്ങൾ എനിക്കുണ്ടായിരുന്നു. ജിനെ മേനെ അപ്നി പസന്ത് സെ. അവയെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ബഡേ ഷെഹരോക്കെ ബഡേ ബാസാറോ സെ ഖരീദാ ഥ. വലിയ പട്ടണങ്ങളിലെ വലിയ മാർക്കറ്റുകളിൽ നിന്ന് വാങ്ങിയതായിരുന്നു. ലേക്കിൻ മോർപാൽ കെ പാസ് ഏകമാത്ര കമ്മീസ് പാൻ കാ നയ ജോഡ വഹ് നീലി ഖാക്കി സ്കൂൾ യൂണിഫോം ഹി ഥി. പക്ഷേ മോർപാലിൻ്റെ കയ്യിലുള്ള ഒരേ ഒരു പാൻറ്റിൻ്റെയും ഷർട്ടിൻ്റെയും പുതിയ ജോഡി എന്ന് പറയുന്നത്, കമ്മീസ് പാൻറ്റ് എന്ന് പറഞ്ഞാൽ പാൻറ്റ് ഷർട്ട് എന്നാണ്, പുതിയ ജോഡി എന്ന് പറയുന്നത് ഓ നീലി ഖാക്കി സ്കൂൾ യൂണിഫോം ഹി ഥി. ആ നീലയും കാക്കിയും ആയിട്ടുള്ള സ്കൂൾ യൂണിഫോം മാത്രമായിരുന്നു. സ്വാഭാവിക് ഥ. അതുകൊണ്ട് ഇത് സ്വാഭാവികമായിരുന്നു. എന്ത്? വഹു ഉസേഹി ഷാദിമെ പെഹൻ കറാത്ത. അപ്പം അവനത് കല്യാണത്തിന് ഇട്ടുകൊണ്ട് വന്നത് സ്വാഭാവികമായിരുന്നു. കാരണം അവൻ്റെ അടുത്ത് ആ ഒരു വസ്ത്രം മാത്രമേ പുതിയതായിട്ട് ഉള്ളൂ. അപ്പോൾ നിങ്ങളിവിടെ നോക്കിയേ, നമ്മുടെ മോർപാലും മിഹിറും എങ്ങനെയുള്ള കുട്ടികളാണെന്ന് നോക്കിയേ. ലേഖകക്ക് അമീർ പരിവാർ കാ ബച്ചാ ഹെ. നമ്മുടെ ലേഖകൻ ഒരു സാമ്പത്തികമായി നല്ല ഭദ്രതയുള്ള ഒരു കുടുംബത്തിലെ കുട്ടിയാണ്. ലേക്കിൻ മോർപാൽ ഏക്ക് ഗരീബ് കൃഷക് പരിവാർ കാ ബച്ചാ ഹെ. മോർപാൽ ഒരു പാവപ്പെട്ട കർഷക കുടുംബത്തിലെ കുട്ടിയാണ്. ലേഖക് കോ സ്കൂൾ ജാന ബിൽക്കുൽ പസന്ദ് നഹീ ഥാ. ലേക്കിൻ മോർപാൽ റോസ് ബിനാ നാഗ സ്കൂൾ ആയാ കർത്താ ഥാ. മോർപാൽ ഒരു ദിവസം പോലും ആബ്സെൻ്റ് ആവാതെ സ്കൂളിൽ വരുമായിരുന്നു. ഉസ്കാ കാരണം ക്യാ ഥാ? ഘർ മേ ഉസേ കമർത്തോട് മെഹനത്ത് കർണി പടുത്തി ഥി. വീട്ടിൽ അവന് നല്ല ജോലി ചെയ്യേണ്ടി വരുമായിരുന്നു. കാരണം എന്തായിരുന്നു? അവരുടെ വീട്, അവരുടെ കുടുംബം ഒരു കർഷക കുടുംബമാണ്. അപ്പോൾ വീട്ടിൽ മാതാപിതാക്കളോടൊപ്പം നല്ല കഠിനമായ കൃഷിപ്പണികൾ അവന് ചെയ്യേണ്ടി വരുമായിരുന്നു. इसलिए वो स्कूल जाना पसंद करता था. स्कूल में आते दिन वो बच्चा बना रह सकता था. സ്കൂളിൽ വരുന്ന ദിവസം അവനൊരു കുട്ടിയായിട്ട് ഇരിക്കാമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയും മതി. നിങ്ങൾ ഈ പാഠമൊക്കെ നന്നായിട്ട് വായിക്കണം. വായനയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ എന്തുമാത്രം വായിക്കുന്നു നിങ്ങൾക്ക് അത്രയും നന്നായിട്ട് ഹിന്ദി എഴുതാൻ പറ്റും. അപ്പോൾ എന്നിട്ട് നിങ്ങൾ നോട്ടൊക്കെ എഴുതി വെക്കുക, പഠിക്കുക. तो हम अगली कक्षा में मिलेंगे. धन्यवाद. अलविदा.